ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി റേഷ്യോ ആണ് ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ. ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോയിൽ മെൻഷൻ ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി ഇപ്പോൾ ഡിസ്കസ് ചെയ്തത് ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ അല്ലെങ്കിൽ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ ആയിരുന്നു. സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോയിൽ മെൻഷൻ ചെയ്യുന്നത് നമ്മുടെ സ്റ്റോക്ക് എത്ര പെട്ടെന്നാണ് നമ്മൾ സെയിലാക്കി മാറ്റാൻ കഴിയുന്നത്. അപ്പോൾ അതിൽ അവിടെ സ്റ്റോക്ക് വെലോസിറ്റി, നമ്മൾ സ്റ്റോക്ക് കീപ്പ് ചെയ്യുന്ന ആ ഡേയ്സ് കുറയുന്നതിനനുസരിച്ചാണ് ഒരു ബിസിനസ്സിൻ്റെ സ്റ്റോക്ക് ടേൺ ഓവർ അല്ലെങ്കിൽ ടേൺ ഓവർ കപ്പാസിറ്റി ബെസ്റ്റാണ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ആണ് ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ. ദിസ് റേഷ്യോ എക്സ്പ്ലെയിൻസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് ആൻഡ് ആവറേജ് ഡെപ്റ്റേഴ്സ് ഇൻക്ലൂഡിങ് ബിൽസ് റിസീവബിൾ. ഇവിടെ ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോയിൽ റിലേഷൻഷിപ്പ് മെൻഷൻ ചെയ്യുന്നത് നെറ്റ് ക്രെഡിറ്റ് സെയിലും അതുപോലെ തന്നെ ആവറേജ് ഡെപ്റ്റേഴ്സ് ഇൻക്ലൂഡിങ് ബിൽസ് റിസീവബിൾ. അതായത് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ബിൽസ് റിസീവബിൾ തന്നിട്ടുണ്ടെങ്കിൽ ഓപ്പണിംഗ് ബിൽസ് റിസീവബിൾ പ്ലസ് ക്ലോസിംഗ് ബിൽസ് റിസീവബിൾ ഡിവൈഡഡ് ബൈ 2 ചെയ്യുക. അതേപോലെ തന്നെ ആവറേജ് ഡെപ്റ്റേഴ്സ് കാണാനായിട്ട് ഓപ്പണിംഗ് ഡെപ്റ്റേഴ്സ് പ്ലസ് ക്ലോസിംഗ് ഡെപ്റ്റേഴ്സ് ഡിവൈഡഡ് ബൈ 2. അങ്ങനെ ഇതിൻ്റെ രണ്ടിനെയും കൂടി കൂട്ടിയിട്ടുള്ള പോർഷനാണ് നമ്മൾ ആവറേജ് ഡെപ്റ്റേഴ്സ് ഇൻക്ലൂഡിങ് ബിൽസ് റിസീവബിൾ കൺസിഡർ ചെയ്യുന്നത്. ദിസ് റേഷ്യോ ഷോസ് ഹൗ ക്വിക്ക്ലി ഡെപ്റ്റേഴ്സ് ആർ റിയലൈസ്ഡ് ഓർ കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ്. ഇവിടെ എത്ര പെട്ടെന്ന് നമുക്ക് ഡെപ്റ്റേഴ്സ് ക്യാഷ് ആക്കി മാറ്റാൻ പറ്റും. സാധാരണ ഡെപ്റ്റേഴ്സ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഡെപ്റ്റേഴ്സ് അറൈസ് ഇൻ റെസ്പെക്ട് ഓഫ് ക്രെഡിറ്റ് സെയിൽസ്. നമ്മുടെ ബിസിനസ് ക്രെഡിറ്റ് സെയിൽ കണ്ടക്ട് ചെയ്യുമ്പോഴാണ് ബിസിനസ്സിൽ ഡെപ്റ്റേഴ്സ് ഉണ്ടാകുന്നത്. നമ്മൾ കടത്തിന് നമ്മളുടെ ബിസിനസ് വിൽപ്പന നടത്തുമ്പോൾ ക്രെഡിറ്റ് സെയിൽ കണ്ടക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഡെപ്റ്റേഴ്സ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു ഡെപ്റ്റേഴ്സ് എത്ര പീരീഡ്സിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിക്കവർ ചെയ്യാനായിട്ട് കഴിയും. അതായത് ഡെപ്റ്റേഴ്സ് നമുക്ക് പേയ്മെൻറ്റ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്, തിരിച്ച് നമുക്ക് ആ ക്രെഡിറ്റ് സെയിൽ കണ്ടക്ട് ചെയ്തതിൻ്റെ ക്യാഷ് നമുക്ക് എത്ര പെട്ടെന്ന് ക്യാഷായിട്ട് അവർ തരുന്നുണ്ട്. ഇതാണ് ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോയിൽ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ദിസ് റേഷ്യോ ഷോസ് ഹൗ ക്വിക്ക്ലി ഡെപ്റ്റേഴ്സ് ആർ റിയലൈസ്ഡ് ഓർ കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ്. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ഹൗ എഫിഷ്യൻ്റ്ലി ദ ഫേം കളക്ട്സ് ക്യാഷ് ഫ്രം ഡെപ്റ്റേഴ്സ്. എത്ര എഫിഷ്യൻ്റായിട്ട് ഈ നമ്മുടെ ഒരു ഫേം ഡെപ്റ്റേഴ്സിൻ്റെ അടുത്ത് നിന്ന് ക്യാഷ് കളക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോയിൽ മെൻഷൻ ചെയ്യുന്നത്. ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ഈസ് ഓൾസോ നോൺ ആസ് റിസീവബിൾസ് ടേൺ ഓവർ റേഷ്യോ. ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ഈസ് ഓൾസോ നോൺ ആസ് റിസീവബിൾസ് ടേൺ ഓവർ റേഷ്യോ. ഇപ്പോൾ ടേൺ ഓവർ റേഷ്യോ, അതായത് ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻസ് നമ്മൾ പറഞ്ഞു. ഇവിടെ റിലേഷൻഷിപ്പ് മേക്ക് ചെയ്യുന്നത് നെറ്റ് ക്രെഡിറ്റ് സെയിൽസും അതുപോലെ തന്നെ ആവറേജ് ഡെപ്റ്റേഴ്സ് ഇൻക്ലൂഡിങ് ബിൽസ് റിസീവബിൾ ആണ്. സോ ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ഈസ് ഈക്വൽ ടു നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് ഡിവൈഡഡ് ബൈ ഡെപ്റ്റേഴ്സ് ഇൻക്ലൂഡിങ് ബിൽസ് റിസീവബിൾ. ഡെപ്റ്റേഴ്സ് ഇൻക്ലൂഡിങ് ആവറേജ് ഡെപ്റ്റേഴ്സ് ആണ് കേട്ടോ. ഓക്കെ, ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ഈസ് ഈക്വൽ ടു നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് ഡിവൈഡഡ് ബൈ ആവറേജ് ഡെപ്റ്റേഴ്സ് ഇൻക്ലൂഡിങ് ബിൽസ് റിസീവബിൾ. That means average debtors plus average bills receivable. In case bills receivable തന്നിട്ടില്ലെങ്കിൽ average debtors മാത്രം കൺസിഡർ ചെയ്താൽ മതി. Then the components of debtors turnover ratio have 2 components. First one is net credit sales and second one is average debtors including bills receivable. net credit sales എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രോസ് ക്രെഡിറ്റ് സെയിൽസ് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യനകത്ത് ഗ്രോസ് ക്രെഡിറ്റ് സെയിൽസ് തന്നിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നിന്ന് നിങ്ങൾ സെയിൽസ് റിട്ടേൺസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മൈനസ് ചെയ്യുക. മൈനസ് ചെയ്ത് കിട്ടുന്നതാണ് എന്ത്? നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ ഗ്രോസ് ക്രെഡിറ്റ് സെയിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എന്തുണ്ടാവും? ടോട്ടൽ സെയിൽസും ഉണ്ടാവും. അതേപോലെ തന്നെ ടോട്ടൽ സെയിൽസിൽ നിന്ന് ക്യാഷ് സെയിൽ, നിങ്ങൾക്ക് ടോട്ടൽ സെയിൽസും തന്നിട്ടുണ്ട് ക്യാഷ് സെയിൽസും തന്നിട്ടുണ്ടെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ സെയിൽസിൽ നിന്ന് ക്യാഷ് സെയിൽ മൈനസ് ചെയ്താൽ ബാക്കിയുള്ളത് എന്തായിരിക്കും? ക്രെഡിറ്റ് സെയിലായിരിക്കും. അതായത് ടോട്ടൽ സെയിൽസും ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ക്യാഷ് സെയിൽസും തന്നിട്ടുണ്ട് വിചാരിക്കും. അപ്പോൾ അങ്ങനെ അതായത് ടോട്ടൽ സെയിൽസ് ഒരു 1 lakh ആണ്. ദെൻ ക്യാഷ് സെയിൽ 50,000 ആണെങ്കിൽ ഇവിടെ ഗ്രോസ് ക്രെഡിറ്റ് സെയിൽസ് റിട്ടേൺസ് ഒരു 10,000 ഉണ്ട് വിചാരിക്കും റിട്ടേൺസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ടോട്ടൽ സെയിൽസിൽ 1 lakh ആണ്, ക്യാഷ് സെയിൽ 50,000 ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി 50,000 എന്തായിരിക്കും? ക്രെഡിറ്റ് സെയിലായിരിക്കും. ഈ ക്രെഡിറ്റ് സെയിലിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? 10,000 റിട്ടേൺസ് മൈനസ് ചെയ്യുക. ദാറ്റ് ഈസ് നെറ്റ് ക്രെഡിറ്റ് സെയിൽ.
40,000. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് കാണുന്നത്. നിങ്ങൾക്ക് പിന്നെ സെയിൽസ് റിട്ടേൺസോ ക്യാഷ് സെയിൽസൊന്നും ഒന്നും തന്നിട്ടില്ല, ക്രെഡിറ്റ് സെയിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള എമൗണ്ട് മാത്രമേ ക്വസ്റ്റ്യനിൽ തരുന്നുള്ളൂ എങ്കിൽ അത് നെറ്റ് ക്രെഡിറ്റ് സെയിലായിരിക്കും. ക്വസ്റ്റ്യനിൽ ടോട്ടൽ സെയിൽസും ക്യാഷ് സെയിൽസും തന്നിട്ടുണ്ടെങ്കിൽ ടോട്ടൽ സെയിൽസിൽ നിന്ന് ക്യാഷ് സെയിൽസ് മൈനസ് ചെയ്യുക, കിട്ടുന്നതായിരിക്കും ക്രെഡിറ്റ് സെയിൽ. അതേപോലെ തന്നെ കൂടെ സെയിൽസ് റിട്ടേൺസ് തന്നിട്ടുണ്ടെങ്കിൽ ആ കിട്ടിയിട്ടുള്ള ക്രെഡിറ്റ് സെയിൽസിൽ നിന്ന് സെയിൽസ് റിട്ടേൺ മൈനസ് ചെയ്താൽ നിങ്ങൾക്ക് നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് കിട്ടും. ഓക്കെ, ദെൻ നെക്സ്റ്റ് കോമ്പോണൻ്റ് ആണ് ആവറേജ് ഡെപ്റ്റേഴ്സ് ഇൻക്ലൂഡിങ് ബിൽസ് റിസീവബിൾ. നമ്മൾ സ്റ്റോക്കിൻ്റെ ആവറേജ് കണ്ടിരുന്നത് ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഡിവൈഡഡ് ബൈ 2 ആയിരുന്നു. അതേപോലെ തന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യനകത്ത് ഡെപ്റ്റേഴ്സിൻ്റെയും ബിൽസ് റിസീവബിളിൻ്റെയും ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും തന്നിട്ടുണ്ടെങ്കിൽ ആവറേജ് ഡെപ്റ്റേഴ്സ് നിങ്ങൾ ഓപ്പണിംഗ് ഡെപ്റ്റേഴ്സ് പ്ലസ് ക്ലോസിംഗ് ഡെപ്റ്റേഴ്സ് ഡിവൈഡഡ് ബൈ 2, ദെൻ ആവറേജ് ബിൽസ് റിസീവബിൾ ഓപ്പണിംഗ് ബിൽസ് റിസീവബിൾ പ്ലസ് ക്ലോസിംഗ് ബിൽസ് റിസീവബിൾ ഡിവൈഡ് ബൈ 2 ചെയ്താൽ നിങ്ങൾക്ക് ആവറേജ് ഡെപ്റ്റേഴ്സും ആവറേജ് ബിൽസ് റിസീവബിളും കിട്ടും. അതിൽ നിന്ന് നിങ്ങൾ ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ എന്നുള്ള ഇക്വേഷനിലേക്ക് മാറ്റുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് ഡിവൈഡ് ബൈ ആവറേജ് ഡെപ്റ്റേഴ്സ് പ്ലസ് ആവറേജ് ബിൽസ് റിസീവബിൾ. കോമൺ ഇക്വേഷനായിട്ട് എന്താ പറയുന്നത്, നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് ഡിവൈഡ് ബൈ ആവറേജ് ഡെപ്റ്റേഴ്സ് ഇൻക്ലൂഡിങ് ബിൽസ് റിസീവബിൾ. ഓക്കെ, അതിന് നമുക്ക് സ്റ്റോക്ക് വെലോസിറ്റി എന്ന് നമ്മൾ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോയിൽ പറഞ്ഞ പോലെ നമുക്കിവിടെ ആവറേജ് കളക്ഷൻ പീരീഡ് എന്നുള്ളൊരു കോൺസെപ്റ്റ് പറയുന്നുണ്ട്. ആവറേജ് കളക്ഷൻ പീരീഡ്, ദിസ് റേഷ്യോ ഈസ് റിലേറ്റഡ് വിത്ത് ആൻഡ് ഡിപ്പെൻഡൻറ്റ് അപ്പോൺ ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ. ആവറേജ് കളക്ഷൻ പീരീഡ് മീൻസ് ദ നമ്പർ ഓഫ് ഡേയ്സ് ഓർ മന്ത്സ് ഫോർ വിച്ച് ഡെപ്റ്റേഴ്സ് ആൻഡ് ബിൽസ് റിസീവബിൾ റിമെയിൻ ഔട്ട്സ്റ്റാൻഡിങ്. അതായത് ആവറേജ് കളക്ഷൻ പീരീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് എത്ര ടൈം വരെ നമ്മളുടെ ബിസിനസ്സിൽ ഡെപ്റ്റേഴ്സായിട്ട് ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട് നിൽക്കുന്നുണ്ട്, എന്നുവെച്ചാൽ എത്ര ടൈമിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഡെപ്റ്റേഴ്സിനെ മാറ്റി ക്യാഷ് ആക്കിയിട്ട് മാറ്റാനായിട്ട് കഴിയും. അതാണ് നമ്മളിവിടെ ആവറേജ് കളക്ഷൻ പീരീഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ പേരിൽ തന്നെ ആവറേജ് കളക്ഷൻ പീരീഡ്, നമ്മൾക്ക് ആ പർട്ടിക്കുലർ ഡെപ്റ്റേഴ്സ് തിരിച്ച് നമ്മളുടെ ക്യാഷായിട്ട് കളക്ട് ചെയ്യാനുള്ള ആ ഒരു പീരീഡ്. It refers to debtors turnover ratio expressed in days or months. അതായത് ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുന്നത് നമ്മൾ റേഷ്യോ ആണ് കണക്കാക്കുന്നത്. ദിസ് ഷോസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് ആൻഡ് ആവറേജ് ഡെപ്റ്റേഴ്സ് ഇൻക്ലൂഡിങ് ബിൽസ് റിസീവബിൾ. ആവറേജ് കളക്ഷൻ പീരീഡ് മീൻസ് ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ എക്സ്പ്രസ്ഡ് ഇൻ ഡേയ്സ് ഓർ മന്ത്സ്. അവിടെ ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോനെ നമ്മൾ ഡേയ്സിലേക്ക് അല്ലെങ്കിൽ മന്ത്സിലേക്ക് എക്സ്പ്രസ് ചെയ്യുന്നതാണ് ആവറേജ് കളക്ഷൻ പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് റേഷ്യോയിനേക്കാൾ കൂടുതൽ ആവറേജ് കളക്ഷൻ പീരീഡ് മെൻഷൻ ചെയ്യുമ്പോഴായിരിക്കും പെട്ടെന്ന് നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. എന്നുവെച്ചാൽ നമുക്ക് ഇത്ര ഡേയ്സിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇത്ര മന്ത്സിൻ്റെ ഉള്ളിൽ നമ്മുടെ ബിസിനസ്സിൻ്റെ ഡെപ്റ്ററിനെ നമുക്ക് ഡെപ്റ്റേഴ്സിൻ്റെ അടുത്ത് നിന്ന് ക്യാഷ് കളക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ആവറേജ് കളക്ഷൻ പീരീഡിൽ പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഡെപ്റ്റേഴ്സ് വെലോസിറ്റി ഓർ ആവറേജ് ഏജ് ഓഫ് ഡെപ്റ്റേഴ്സ്. നമ്മൾ സ്റ്റോക്ക് വെലോസിറ്റി പറഞ്ഞ പോലെ ഈ ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോയിൽ ആവറേജ് കളക്ഷൻ പീരീഡിൻ്റെ വേറൊരു പേരാണ് ഡെപ്റ്റേഴ്സ് വെലോസിറ്റി. ഓക്കെ, ദെൻ നമുക്ക് ഡെപ്റ്റേഴ്സ് വെലോസിറ്റി അല്ലെങ്കിൽ ആവറേജ് കളക്ഷൻ പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഫസ്റ്റ് നമുക്ക് എങ്ങനെ ചെയ്യാം. ആവറേജ് കളക്ഷൻ പീരീഡ് ഈസ് ഈക്വൽ ടു 360. ദാറ്റ് മീൻസ് നിങ്ങൾക്ക് 365 വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ 360, അതായത് നമ്പർ ഓഫ് ഡേയ്സ് ഇൻ എ ഇയർ ആണ്. ഈ 360 എടുക്കാനുള്ളൊരു കാരണം എന്താ വെച്ചാൽ നമുക്ക് കാൽക്കുലേഷൻ ഈസി ആക്കാനാണ്. ഒരു 5ൻ്റെ ഡിഫറൻസ്, 365 ഡേയ്സ് നമുക്ക് വൺസ് ഇൻ എ ഇയർ ഉണ്ട്. അപ്പോൾ നമ്മൾ 360 എടുക്കുന്നത് നിങ്ങൾക്ക് കാൽക്കുലേഷൻ ഈസി ആക്കാൻ വേണ്ടി മാത്രമാണ്. നിങ്ങൾക്ക് 365 എടുക്കാം. ഓക്കെ, 360 ആകുമ്പോൾ ഒരു 0 വരുന്ന സമയത്ത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ ഈസി ആയിരിക്കും. നമ്മളുടെ കൺവീനിയൻസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് 360 365 എടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആവറേജ് കളക്ഷൻ പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് 360 ഓർ 12 മന്ത്സ്, അതായത് ഒന്നുകിൽ 1 ഡേയ്സ് ഇൻ എ ഇയർ എടുക്കാം അല്ലെങ്കിൽ മന്ത്സ് ഇൻ എ ഇയർ എടുക്കാം, ഡിവൈഡഡ് ബൈ ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ. ഇൻ കേസ് നമ്മൾ 360 ഡിവൈഡഡ് ബൈ ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ആണെങ്കിൽ നമ്മൾക്ക് ഒരു വർഷത്തിൽ എത്ര ദിവസത്തിൻ്റെ ഉള്ളിൽ ഡെപ്റ്റേഴ്സിനെ നമുക്ക് ക്യാഷ് ആക്കി മാറ്റാൻ പറ്റും. അല്ലെങ്കിൽ ഇനി 12 ഡിവൈഡഡ് ബൈ ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ എന്നുണ്ടെങ്കിൽ എത്ര
മാസത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ഡെപ്റ്റേഴ്സിനെ ക്യാഷ് ആക്കി മാറ്റാനായിട്ട് കഴിയും, അല്ലെങ്കിൽ ഡെപ്റ്റേഴ്സിൻ്റെ അടുത്ത് നിന്ന് ക്യാഷ് കളക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുക. ദെൻ ആവറേജ് കളക്ഷൻ പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള വേറൊരു ഇക്വേഷൻ, നമ്മളുടെ ഇക്വേഷൻ തിരിച്ചിടുക. അതായത് ആവറേജ് ഡെപ്റ്റേഴ്സ് ഇൻക്ലൂഡിങ് ബിൽസ് റിസീവബിൾ ഡിവൈഡഡ് ബൈ ക്രെഡിറ്റ് സെയിൽസ് പെർ ഡേ. നമുക്ക് ക്രെഡിറ്റ് സെയിൽസ് എത്രയാണെന്നുള്ളത് അറിയാം. ആ ക്രെഡിറ്റ് സെയിൽസിനെ നമുക്ക് ഒരു ദിവസത്തെ ക്രെഡിറ്റ് സെയിലിലേക്ക് മാറ്റാം. ക്രെഡിറ്റ് സെയിൽസ് പെർ ഡേ കാണാം. ക്രെഡിറ്റ് സെയിൽസ് പെർ ഡേ കാണുന്നത് എങ്ങനെയാണ്? എത്രയാണോ നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് ഉള്ളത് ഡിവൈഡ് ബൈ 365 ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസത്തെ ക്രെഡിറ്റ് സെയിൽ കിട്ടും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആവറേജ് ഡെപ്റ്റേഴ്സിന് ആ ക്രെഡിറ്റ് സെയിൽസ് പെർ ഡേ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ആവറേജ് കളക്ഷൻ പീരീഡ് കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? 360 ഡിവൈഡഡ് ബൈ ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ കണ്ടാലും മതി. ഓക്കെ, ഇനി അല്ല നമുക്ക് ആവറേജ് കളക്ഷൻ പീരീഡ് നമ്മൾ നേരിട്ട് നമ്മളുടെ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് ഡിവൈഡഡ് ബൈ ആവറേജ് ഡെപ്റ്റേഴ്സ് ഇൻക്ലൂഡിങ് ബിൽസ് റിസീവബിൾ ആയിരുന്നു. നമ്മൾ ആവറേജ് കളക്ഷൻ പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ നേരെ തിരിച്ചിടുക. അതായത് ആവറേജ് ഡെപ്റ്റേഴ്സ് ഇൻക്ലൂഡിങ് ബിൽസ് റിസീവബിൾ ഡിവൈഡഡ് ബൈ നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് ഇൻറ്റു ഡേയ്സോ മന്ത്സോ കൊടുക്കുക. 365 ഓർ 12 കൊടുക്കുക. ഓക്കെ, 365 ആണെങ്കിൽ നിങ്ങൾക്കൊരു ഇയറിൽ എത്ര ദിവസത്തിൻ്റെ ഉള്ളിൽ ക്രെഡിറ്റ് സെയിലിൽ ഡെപ്റ്റേഴ്സിന് നമുക്ക് ക്യാഷ് ആക്കി മാറ്റാം. ഇല്ലെങ്കിൽ നമ്മൾ ഇൻറ്റു 12 ആണെങ്കിൽ എത്ര മാസങ്ങൾ കൊണ്ട് നമുക്ക് ഡെപ്റ്റേഴ്സിനെ ക്യാഷ് ആക്കിയിട്ട് അല്ലെങ്കിൽ ഡെപ്റ്റേഴ്സിൻ്റെ അടുത്ത് ക്യാഷ് കളക്ട് ചെയ്യാം എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഓക്കെ, ആവറേജ് കളക്ഷൻ പീരീഡ് ഇസ് ഓൾസോ നോൺ ആസ് ഡെപ്റ്റേഴ്സ് വെലോസിറ്റി ഓർ ആവറേജ് ഏജ് ഓഫ് ഡെപ്റ്റേഴ്സ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇതിൽ പറയുന്നത് സ്റ്റാൻഡേർഡ് ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ആണ്. നമ്മുടെ ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോയുടെ സ്റ്റാൻഡേർഡ് കൃത്യമായിട്ട് കീപ്പ് ചെയ്തിട്ടില്ല, അങ്ങനെ ഫിക്സ് ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ നമുക്ക് 7 ടൈംസ് വന്നിട്ടുണ്ടെങ്കിലാണ് നമ്മളൊരു സ്റ്റാൻഡേർഡ് ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ പറയുന്നത്. 7 ടൈംസ് ആവുന്ന സമയത്ത്, അതായത് കളക്ഷൻ പീരീഡ് ഒരു 45 ഡേയ്സ് താഴെ നോക്കുക. ജനറലി ടേൺ ഓവർ റേഷ്യോ ഓഫ് 7, ദാറ്റ് മീൻസ് കളക്ഷൻ പീരീഡ് ഈസ് 45 ഡേയ്സ് മേ ബി ടേക്കൺ ആസ് സാറ്റിസ്ഫാക്ടറി. നമുക്ക് എന്താണ് ഒരു 7 ടൈംസ് ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ, അതേപോലെ തന്നെ നിങ്ങൾ നോക്കുക, നമ്മൾ ഈ ഒരു റേഷ്യോ എക്സ്പ്രസ് ചെയ്യുന്നത് ടൈംസിലാണ് കേട്ടോ. ആക്ടിവിറ്റി റേഷ്യോസ് മിക്കവാറും മെൻഷൻ ചെയ്യുന്നത് ടൈംസിലായിരിക്കും. അപ്പോൾ ഇതിൽ ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോയും ടൈംസിലാണ്. അപ്പോൾ 7 ടൈംസ് ആണെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ടറി സിറ്റുവേഷൻ ആയിരിക്കും. 7 ടൈംസ് എന്ന് പറയുമ്പോൾ ഒരു കളക്ഷൻ പീരീഡ് 45 ഡേയ്സിൽ വരും. അപ്പോൾ നമുക്ക് ഒരു ഡെപ്റ്റേഴ്സ് നമ്മൾ ക്രെഡിറ്റ് സെയിൽ കണ്ടക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡെപ്റ്റർ എടുത്തുനിന്ന് നമുക്ക് 45 ദിവസം കഴിഞ്ഞാൽ അത് ആ ടൈമിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡെപ്റ്റേഴ്സിൻ്റെ അടുത്തുനിന്ന് ക്യാഷ് കളക്ട് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ അത് ഒരു സാറ്റിസ്ഫാക്ടറി സിറ്റുവേഷൻ ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം, ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം.